മറ്റൊരു വാർത്തയിലേക്ക്. പെഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് സമ്മതിച്ച് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നില്ല. പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും മനോജ് സിൻഹ പറഞ്ഞു. മനോജ് സിൻഹ രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ 82 ദിവസം വേണ്ടിവന്നുവെന്നും കോൺഗ്രസ് വിമർശനം. സജു തോമസ് ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സജു, തുടക്കം മുതൽ തന്നെ ഇതിൽ വ്യാപക വിമർശനം ഉണ്ടായിരുന്നു. പെഹൽഗാം പോലെ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലത്ത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല എന്ന് അന്നൊക്കെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായതാണ്. ഇപ്പോൾ എന്താണ് പുറത്തുവരുന്ന വിവരം? ജിന, എന്തായാലും ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഒരു ദേശീയ മാധ്യമത്തിന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അദ്ദേഹം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും പഹൽഗാം ആക്രമണം കഴിഞ്ഞപ്പോൾ ഏകദേശം 3 മാസത്തോളം കഴിയുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മനോജ് സിൻഹയുടെ ഒരു പ്രസ്താവന വലിയ വിവാദമായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു സുരക്ഷാ ജീവനക്കാരനില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ധാരാളം വിനോദസഞ്ചാരികൾ ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖലയിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ സേനകളെ വിന്യസിക്കണമെന്നുള്ള ചില പ്രോട്ടോകോൾ നിലനിൽക്കെ ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം അത്തരം ഒരു നീക്കം ഉണ്ടാകില്ല എന്നായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ വളരെ യാദൃച്ഛികമായാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് തങ്ങളുടെ ഭാഗത്തൊരു തെറ്റുപറ്റിപ്പോയെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതോടൊപ്പം തന്നെ ഈ ഒരു മനോജ് സിൻഹയും ഇതിപ്പോൾ സമ്മതിക്കുന്നത്. വലിയ വിമർശനമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വരുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വലിയ വിമർശനം ഉയർത്തുകയാണ്. 82 ദിവസത്തിന് ശേഷമാണ് ഇത്തരം ഒരു വാദഗതിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. ആദ്യം തന്നെ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ പഹൽഗാം ആക്രമണത്തിന് ഏപ്രിൽ 22-നാണ് പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നത്. അതിന് 3 ദിവസം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കാശ്മീർ സന്ദർശനമൊക്കെ മാറ്റിവെച്ചത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇതിനൊരു ഇന്റലിജൻസ് വിവരം ലഭിച്ചെങ്കിൽ പോലും എന്തുകൊണ്ട് കൃത്യമായിട്ട് സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി, അതിന് കൃത്യമായിട്ടുള്ള കാരണം വ്യക്തമാക്കണം. പ്രത്യേകിച്ച് പാർലമെന്റിലടക്കം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പോലും അതിന് മതിയായ ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായതില്ല. എന്തായാലും വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളടക്കം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ മനോജ് സിൻഹയുടെ ഈ ഒരു പ്രസ്താവന വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ജീന, ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.